ശ്രോതാക്കൾക്കും സ്വാഗതം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും വിളംബരവുമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി വരവായി. ആകാശവാണി കവരത്തിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന വലിയൊരു സന്ദേശമാണ് ഓരോ ഹജ്ജ് കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പുണ്യദിനത്തിൽ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും വലിയൊരു സന്ദേശമാണ് ഈ ബലിപെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പുണ്യദിനത്തിന്റെ യഥാർത്ഥ മഹത്വത്തെക്കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കാൻ ആകാശവാണി കവരത്തി സ്റ്റുഡിയോയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കവരത്തി ജുമാ മസ്ജിദ് ഖത്തീബ് ആഷിഖ് ഫൈസിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം. ഞാൻ ആഷിഖ് ഫൈസി, കവരത്തി ദീപ ഖത്തീബാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും മിനസ്സാലിഹി അഅമാലിക്കും. എല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ദിവസം ചെയ്ത, ഇതിനു മുമ്പുള്ള ദിവസങ്ങളൊക്കെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു ആഘോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു ദിവസമാണ്. പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നൽകിയൊരു ദിവസമാണ് ആഘോഷിക്കാൻ വേണ്ടി. എന്നാൽ രണ്ട് ആഘോഷങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ രണ്ട് ആഘോഷ ദിവസങ്ങളും, ചെറിയ പെരുന്നാളെ സംബന്ധിച്ചിടത്തോളം 30 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ഇബാദത്തിന് തുടർച്ചയായിട്ടാണ് ചെറിയ പെരുന്നാൾ ആഘോഷം നമ്മളിലേക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് വളരെ ത്യാഗങ്ങൾ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് ശേഷമാണ് ഈ ബലിപെരുന്നാൾ, അതായത് വലിയ പെരുന്നാൾ നമ്മളിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബലിപെരുന്നാൾ ദിവസം. അള്ളാഹുവിലേക്ക് സകലതും സമർപ്പിക്കുന്ന ഒരു അർപ്പണ ബോധമുള്ള ഒരു ചിട്ടയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രായം ചെന്ന സമയത്ത് പോലും ഒരു മകനില്ലാത്ത അല്ലെങ്കിൽ കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ വിഷമിച്ച് കഴിഞ്ഞ ഒരു പ്രായത്തിലായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മകനെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. എന്നാൽ ആ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ മകനെ ബലി അർപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നുള്ള ആ ഒരു സന്ദേശമായതുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരംശം പോലും മടിച്ചു നിൽക്കാതെ മഹാനവറുകൾ അള്ളാഹുവിലേക്ക് ബലിയർപ്പിക്കാൻ സമർപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബലി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ആ സന്ദർഭത്തിൽ പോലും മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമല്ലേ, അതുകൊണ്ട് യാതൊരു മടിയുമില്ലാത്ത രൂപത്തിൽ തൻ്റെ കൈകൾ പോലും ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ ആ മകൻ പരിപൂർണമായിട്ടും അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവിതം പോലും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു പിതാവിന് അനുസരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വളരെ മൂർച്ചയേറിയ കടാര കൊണ്ട് മകൻ്റെ കഴുത്തറുത്തപ്പോൾ പോലും അത് മുറിക്കാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു അത് മാറ്റിക്കളയുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം തൻ്റെ മകന് പകരം ഒരു ആടിനെ സമർപ്പിച്ചുകൊണ്ട് ആ ആടിനെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനം മാറ്റിയെടുക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ സകല സമർപ്പണങ്ങളിലും ഭാഗികമായിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ്റെ മുമ്പിൽ അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവിടെ അർപ്പിക്കുകയാണ് തൻ്റെ മകനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും അതിര് കടക്കുന്ന രൂപത്തിലോ
അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആർഭാടത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കടന്നു പോകുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയത് ആഘോഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആ ആഘോഷങ്ങൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഘോഷ വേളകൾ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഘോഷം എന്നുള്ളത് മറ്റു ആളുകളിലേക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ അല്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്. നമ്മളൊരിക്കലും ആ തരത്തിലുള്ള ചിന്താഗതികളിലേക്ക് മാറാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും നമുക്ക് നൽകിയ ആഘോഷങ്ങളാണ്. ആ ചെറിയ പെരുന്നാളിൻ്റെ വേളയിൽ ആ ഒരു സുദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു പുണ്യമാക്കപ്പെട്ടൊരു കർമ്മമുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് പാവപ്പെട്ട അല്ലെങ്കിൽ സാധുക്കളായ ആളുകൾക്ക് അരി വിതരണം നടത്തിക്കൊണ്ട് ഫിത്ർ സക്കാത്തിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഒരു സമാശ്വാസം നൽകിക്കൊണ്ട് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കടന്നു പോവുകയാണ്. അതേ പ്രകാരമാണ് ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ വളരെ പുണ്യമുള്ള ഒരു കർമ്മമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയത്. കഴിവുള്ള ആളുകൾ അന്നത്തെ ദിവസം ബലിയറുക്കുകയും അതിൻ്റെ മാംസങ്ങൾ അർഹതപ്പെട്ട സാധുക്കളായിട്ടുള്ള പാവപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ ആഘോഷങ്ങളിൽ മറ്റു ആളുകളെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് വളരെ പുണ്യം നിറഞ്ഞ ഒരു ആഘോഷമാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. ഇന്നത്തെ ദിവസം ഒരാൾ പോലും അവരുടെ വീടുകളിൽ പാചകം ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് നമ്മുടെ ഈ ആഘോഷത്തിലൂടെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് ഇന്നത്തെ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഭാര്യ, മക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ സന്തോഷത്തിൻ്റെ അങ്ങേയറ്റത്തെ അർപ്പണത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളെ കൂടി നമ്മൾ നമ്മുടെ ആഘോഷത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് പുറം ലോകം കാണാതെ കിടപ്പിൽ കഴിയുന്ന ഒരുപാട് രോഗികളുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികളുണ്ടാവും, നമ്മുടെ നാട്ടുകാരുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്ന രോഗികളുണ്ടാവും. ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തികമായും മറ്റൊക്കെ ബാക്കൗട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അതേപോലെ തന്നെയാണ് രോഗികളായിട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വീടിൻ്റെ അകത്ത് കൂടിക്കഴിയുന്ന ഒരുപാട് വെറുതരായിട്ടുള്ള ജനങ്ങളുമുണ്ടാവും. ഇവരെ കൂടി നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ സന്തോഷത്തിൽ ആഘോഷിച്ചുകൊണ്ട് പുറത്തേക്ക് വിനോദങ്ങളിലേക്ക് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും നമ്മൾ അത്തരത്തിലുള്ള സമയങ്ങൾ ചിലവഴിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടാവും, എന്നാൽ ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്ത ആളുകളും ഉണ്ടാവും. അവരൊക്കെ പോയി ഒന്ന് സന്ദർശിച്ച്, പ്രത്യേകിച്ച് ആരും കൂടെ ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകൾ അവരുടെ ചാരത്ത് പോയിട്ട് ഒരല്പസമയമെങ്കിലും ചിലവഴിച്ചുകൊണ്ട് അവരോട് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരോട് സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് മറക്കാൻ കഴിയാത്ത ഓർമ്മകളായിട്ട് മാറുകയും അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതായിട്ട് മാറുകയും ചെയ്യും. ആ സന്ദർഭത്തിലാണ് നമ്മുടെ ആഘോഷങ്ങൾ യഥാർത്ഥ ആഘോഷങ്ങളായിട്ട് മാറുക. അതേപോലെ തന്നെയാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ, മാതാക്കന്മാർ, അങ്ങനെ തുടങ്ങി നമുക്ക് നമ്മുടെ ചെറിയ പ്രായങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ പകർത്തുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ആളുകളാണ്. അവരോട് കൂടെ നമുക്കിന്ന് ആഘോഷിക്കാൻ സാധിക്കുകയില്ല. ആ സന്ദർഭത്തിൽ അവർ മരണപ്പെട്ടു കൊടുക്കുന്ന അവരുടെ ഖബറിൻ്റെ ചാരത്ത് പോയിട്ട് അവരോട് ഒന്ന് സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് അവരോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആഘോഷത്തിലും അവരെ ഒരു പങ്കാളികളാക്കാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അവരുടെ ചാരത്ത് പോയിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആഘോഷത്തിൽ അവരെയും കൂടി പങ്കാളികളാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം, അതായത് പെരുന്നാളിൻ്റെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള ദിക്ർ 300 തവണ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, അത് ചൊല്ലിക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയാണെങ്കിൽ 1000 പ്രകാശങ്ങൾ അവരുടെ ഖബറിൽ അള്ളാഹു നൽകുമെന്ന് മഹാന്മാരായ
ഒരുപാട് ഫുഖഹാക്കളും ആലിമീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ചൊല്ലിയിട്ട് നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഹദിയത്ത് ചെയ്തു, എന്നാൽ നമ്മളും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്കും ആ 1000 പ്രകാശം വരുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആ ഒരു ദിക്ർ മറന്നു പോവാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെയാണ് ബലിപെരുന്നാളിൻ്റെ ദിവസം നമുക്ക് സുന്നത്തായ ഒരുപാട് കർമ്മങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കഴിവുള്ള ആളുകൾ ഒന്നിരിക്കൽ ആട് അറക്കുക, അല്ലെങ്കിൽ പശു, പോത്ത് പോലെയുള്ള മൃഗങ്ങളെ അറക്കലും സുന്നത്തായ വളരെ പുണ്യം നിറഞ്ഞ കാര്യമാണ്. അതിൻ്റെ മാംസങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ധർമ്മം ചെയ്യലും വളരെ പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് തക്ബീർ. ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസത്തിൻ്റെ സുബഹിൻ്റെ ശേഷം മുതൽ സുബഹി നിസ്കാരത്തിന് ശേഷം തക്ബീർ സുന്നത്ത് തുടങ്ങും. അങ്ങനെ തുടങ്ങി അയ്യാമു തശ്രീക്കിന് അവസാനത്തെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം വരേക്കും അത് സുന്നത്താണ്. അതോടുകൂടിയിട്ടാണ് അത് തക്ബീറുകൾ മുറിഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ വളരെ പ്രബലമായൊരു സുന്നത്ത് കൂടിയാണ് പെരുന്നാളിൻ്റെ രാത്രി, അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം മഗ്രിബ് മുതൽ പെരുന്നാളിൻ്റെ നിസ്കാരം വരേക്കും എല്ലാ സമയത്തും തക്ബീർ ചൊല്ലൽ പ്രബലമായ സുന്നത്താണ്. ആ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതേപോലെ തന്നെയാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് കുളിക്കലും. ബലിപെരുന്നാളിൻ്റെ സുന്നത്ത് കുളിയാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോട് കൂടിയിട്ട് കുളിക്കുക സുന്നത്താണ്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം പുതുവസ്ത്രം ധരിക്കലും വളരെ പുണ്യമുള്ള കാര്യമാണ്. പുതിയ വസ്ത്രമില്ലാത്ത ആളുകൾ കൂട്ടത്തിൽ ഉള്ളതിൽ ഏറ്റവും പുതിയത് നോക്കി ധരിക്കലും പ്രത്യേകം സുന്നത്താണ്. അതേപോലെ തന്നെയാണ് സുഗന്ധം ഉപയോഗിക്കുക. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു വഴിയിലൂടെ പോവുകയും എന്നാൽ തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ കടന്നു വരലും പ്രത്യേകം സുന്നത്താണ്. അതേപോലെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ ജമാഅത്തായിട്ടെന്ന് നിർവഹിക്കുക. സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ കൂടെയുള്ള കുടുംബത്തിലുള്ള വീട്ടിലുള്ള മറ്റു സ്ത്രീകളുമായിട്ട് ഒന്നിച്ചിരുന്നു കൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിർവഹിക്കുക. അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല എങ്കിൽ ഒറ്റക്കാണെങ്കിൽ പോലും ആ വളരെ പ്രധാനപ്പെട്ട വലിയ പെരുന്നാൾ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ബലിപെരുന്നാൾ നിസ്കാരം. ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മുസാഫത്ത്, അതായത് കൈ കൊടുത്ത് ആലിംഗനം ചെയ്യലല്ല, കൈ കൊടുത്തുകൊണ്ട് മുസാഫത്ത് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ ആ ബലിപെരുന്നാൾ സന്ദേശം, ബലിപെരുന്നാൾ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും മിനസ്സാലിഹി അഅ്മാലിക്കും എന്നുള്ള ആ ഒരു വചനം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സലാം പറയലും കണ്ടുമുട്ടലും സന്തോഷം പങ്കുവെക്കലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് അന്നത്തെ ദിവസം സ്വതക്ക അധികരിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, അതേപോലെ സാധുക്കളായിട്ടുള്ള ആളുകൾ, കുടുംബത്തിലുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരും ബന്ധപ്പെടാത്തതുമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ട്, അതൊരിക്കലും നമ്മുടെ ഔദാര്യമായിട്ട് എന്നുള്ള രൂപത്തിലല്ല, അതൊക്കെ നമ്മുടെ കടമ എന്നുള്ള ബാധ്യതയായിട്ട്, അതായത് സമൂഹത്തിൽ നമുക്ക് പാലിക്കേണ്ട ഒരു വലിയൊരു ബാധ്യതയാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി നമ്മളതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പുണ്യങ്ങൾ കരസ്ഥമാക്കാനും വളരെയധികം ശ്രേഷ്ഠത ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് ആഘോഷങ്ങൾ അതിരുകടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെരുന്നാൾ ആഘോഷമെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സന്തോഷവേളകളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അധപ്പതിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല സന്തോഷ നിമിഷങ്ങൾ, വിവാഹമായിക്കോട്ടെ, ബർത്ത്ഡേ ആഘോഷങ്ങളായിക്കോട്ടെ, എന്ത് സന്തോഷ ഘട്ടങ്ങൾ വരുമ്പോഴും ആഘോഷങ്ങൾ അതിരുവിട്ടുകൊണ്ട് സമൂഹത്തിൽ ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയൊരു തലമുറ ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം മാറിക്കൊണ്ട് നല്ലൊരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ട സാഹചര്യം വളരെയധികം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ മക്കളെയും അത്തരത്തിലുള്ള ലഹരി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അകപ്പെടുന്നതിനെ തൊട്ട് വളരെയധികം സൂക്ഷ്മത പുലർത്തുകയും വളരെയധികം ജാഗ്രത പുലർത്തുകയും വേണം. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭങ്ങളും പോകുന്ന സ്ഥലങ്ങളും എല്ലാം ഓരോ രക്ഷിതാക്കളും വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടുകൂടിയും നിരീക്ഷണമെന്നും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ സമൂഹം ഒരിക്കലും വഴിതെറ്റിപ്പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പോവരുത്.
വളരെ ജാഗ്രതയോടുകൂടി നമ്മളെ മക്കളെ സൂക്ഷ്മതയോടുകൂടി വളർത്താനും അവരെ കൈകാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു ദിവസം എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനുമുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സലാമത്താക്കി തരുമാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തവണത്തെ പെരുന്നാൾ വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാനായി ആദ്യമായി നമ്മളോടൊപ്പം ചേരുന്നത് ആന്ത്രോത്ത് ദ്വീപിൽ നിന്നുമുള്ള റിയാസത്ത് ഖാനാണ്. അദ്ദേഹം ഇപ്പോൾ ഷാർജയിൽ ജോലി ചെയ്യുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പെരുന്നാൾ വിശേഷങ്ങൾ കേൾക്കാം. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് റിയാസത്ത് ഖാൻ. ലക്ഷദ്വീപിൽ ആന്ത്രോദ്വീപ് സ്വദേശിയാണ്. ഇവിടെ ഷാർജയിൽ വന്നിട്ട് ഇപ്പോൾ 9 വർഷം പൂർത്തിയായിട്ട് 10ാമത്തെ വർഷത്തിലോട്ട് കടക്കുന്നു. നാട്ടിലെ പെരുന്നാൾ ഇവിടുത്തെ UAE പെരുന്നാൾ വിശേഷത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും നമ്മുടെ വീട്ടിലും കൂട്ടുകാരും അതുപോലെ തന്നെ നാട്ടിലുള്ള പെരുന്നാളിനേക്കാളും വലിയൊരു പെരുന്നാൾ ലോകത്തെവിടെ പോയാലും നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര 9 വർഷമായിട്ട് UAE പ്രത്യേകിച്ചുള്ള പെരുന്നാൾ എന്ന് പറയുന്നത് പെരുന്നാൾ നമസ്കാരവും പിന്നെ നമ്മൾ നാട്ടുകാർ ഒരു ആളുകൾ അവിടെ ഇവിടെയൊക്കെയാണ് ഉള്ളത്. അടുത്തടുത്തുള്ള ആളുകളായിട്ട് നമ്മൾ മീറ്റപ്പ് ചെയ്യും. വൈകുന്നേരം ദ്വീപിലുള്ള ആളുകളായിട്ട് പോയിട്ട് പുറത്തെവിടെയെങ്കിലും പോകും എന്നുള്ളതാണ് ഇതുവരെയുള്ള പ്ലാനിങ്. പക്ഷെ ഒന്നും ഫിക്സ് ആയിട്ടില്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ ഒരു 44-46 ഡിഗ്രി ചൂട് ആയതുകൊണ്ട് ഈ ഉച്ച സമയങ്ങളിലൊന്നും പുറത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എല്ലാരും ദ്വീപുകാരെല്ലാവരും ഒത്തുചേരുന്നുണ്ടല്ലേ? ദ്വീപുകാർ ഒത്തുചേരുന്നുണ്ട്. ഞങ്ങള് ഈ പെരുന്നാളിന് ഈ ചൂടായതുകൊണ്ട് ഈ ഉച്ച സമയങ്ങളിലുള്ള ഒത്തുചേരലില്ല. എന്നാലും വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും മീറ്റപ്പ് ചെയ്യാനായിട്ട് റാസൽ ഖൈമയിലൊക്കെ പോകാനുള്ള ഒരു പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിക്സ് ആയിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ എത്ര വർഷമായി ഷാർജയിൽ പോയിട്ട്? ഷാർജയിൽ ഇപ്പോ 9 വർഷം കഴിയാറായി. സെപ്റ്റംബർ ആകുമ്പോഴേക്കും 10ാമത്തെ വർഷമാവും. അവിടെ എന്താണ് ചെയ്യുന്നത്? സ്കൂൾ ടീച്ചറാണ്. അതുപോലെ സ്വിമ്മിംഗ് കോച്ചാണ്. സ്വിമ്മിംഗ് കോച്ചാണ്. ഫാമിലി എല്ലാവരും അവിടെ തന്നെയാണോ അതോ നാട്ടിലാണോ? ഫാമിലി ഉണ്ട്. ഫാമിലി ഇവിടെ കൂടെ ഉണ്ട്. 2 കുട്ടികളുണ്ട് ഇവിടെ. എന്റെ സ്കൂളിൽ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട് കുട്ടികൾ. മോൻ ഗ്രേഡ് 1-ലും മോള് KG 1-ലും. അപ്പൊ ഇന്ന് ഫാമിലിയോടൊപ്പം പുറത്തു പോകുന്നുണ്ടോ? ഫാമിലിയൊപ്പം പുറത്തു പോകുന്നുണ്ട്. ഞങ്ങളെ കൂടെയുള്ള സീനിയർ ആയിട്ടുള്ള കൽപ്പീന ദ്വീപിലുള്ള സാദിങ്ക, അതുപോലെ തന്നെ കൽപ്പീന ദ്വീപിലുള്ള സിയ, പിന്നെ ഞങ്ങൾ ആന്ത്രോത്ത് ദ്വീപിലുള്ള നൗഫല്, അഫ്സല്, അങ്ങനെ പൂക്കോയ, അങ്ങനെ കുറെ ആളുകൾ ഞങ്ങൾ റാസൽ ഖൈമയിൽ പോയിട്ട് ഒരു മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം ഫിക്സ് ആയിട്ടില്ല. എന്നാലും എങ്ങനെ ഈവനിങ് പോകും. എന്തായാലും ഉച്ച സമയത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ UAE ഇപ്പോൾ ചൂടിന്റെ സമയമാണ്. ഇപ്പോൾ ഒരു 44-46 ബിറ്റ്വീൻ ഡിഗ്രി ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികളായിട്ട് പുറത്തു പോകാൻ അഡ്വൈസബിൾ അല്ല. അപ്പൊ നമ്മുടെ ഇവിടത്തെ പെരുന്നാളും അവിടുത്തെ പെരുന്നാളും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്? നാട്ടിലെ പെരുന്നാളും ഇവിടുത്തെ പെരുന്നാളെന്ന് പറയുമ്പോൾ നാട്ടിൽ മെയിനായിട്ട് നമുക്ക് കുടുംബക്കാരെല്ലാവരും പോയി മീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കുടുംബമായിട്ടുള്ളത് കൂട്ടുകാരാണ്. അത് നാട്ടിലെ എന്ന് പറയുമ്പോൾ കുടുംബം നമുക്ക് ഇളയമ്മയായാലും മൂത്തമ്മയായാലും നമ്മളെ പറ്റിയുള്ള എല്ലാ കുടുംബക്കാരും നമുക്ക് ഒരുമിച്ച് പോയി കാണാനും അവരായിട്ട് സൗഹൃദം പങ്കിടാനുള്ള സാഹചര്യം നാട്ടിലുണ്ട്. ഇവിടെ ആ ഒരു സാഹചര്യമില്ല. അപ്പൊ പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെരുന്നാളെന്ന് വെച്ചാൽ ഉമ്മയുടെ ബിരിയാണി. ഉമ്മയുടെ ബിരിയാണി. നല്ലോണം മിസ് ചെയ്യുന്നുണ്ടല്ലോ നാടും ഫാമിലിയും ഒക്കെ? കുറെ വർഷമായിട്ട്, ഏകദേശം 9 വർഷത്തോളമായി മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് എന്താണ് പറയാനുള്ളത്? നാളെ ലക്ഷദ്വീപിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും UAE ഷാർജയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അടുത്തതായി പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് ആന്ത്രോത്ത് ദ്വീപിലെ റംല ബീഗമാണ്. നിലവിൽ ദുബായിൽ സ്ഥിരതാമസമാക്കിയ റംല ബീഗത്തിന്റെ പെരുന്നാൾ വിശേഷങ്ങൾ കേൾക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇന്ന് പെരുന്നാളും കാര്യങ്ങളൊക്കെ? ഇന്നിപ്പോ ഇവിടെ പെരുന്നാളാണ്. അപ്പോ ഇവിടെ ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിൽ തന്നെയാണ് ഇതുവരെ. ഇപ്പോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ പുറത്തോട്ടൊക്കെ ഇറങ്ങണം. പിന്നെ കുഴപ്പമില്ല, നാട്ടിലത്തെ ആ ഒരു വൈബ് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. നാട്ടിലാവുമ്പോ നമ്മുടെ സ്വന്തക്കാര്, ബന്ധക്കാര്, അയൽവാസികൾ എല്ലാവരുമായിട്ട്
നല്ലൊരു വൈബാണല്ലോ പെരുന്നാൾക്ക്. ഇവിടെ അതില്ല. ഇവിടെ ഇപ്പൊ ഉള്ള കുറച്ച് ദ്വീപുകാരുള്ളവരും അവരെല്ലാം ഓരോ വേറെ വേറെ സ്ഥലത്താണ്. പിന്നെ ഒത്തുകൂടുന്ന കിട്ടുന്ന സമയങ്ങൾ കുറവാണ്. അവരും ഓരോ പരിപാടിയായിട്ട് വേറെ വൈക്കാവും, നമ്മളും വേറെ വൈക്കാവും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ആ, അപ്പൊ ഇന്ന് നമ്മുടെ ദ്വീപുകാരെല്ലാവരും ഒത്തുചേരുന്നുണ്ടോ? ഇന്ന് ദ്വീപുകാരെല്ലാരും ഒത്ത് ചേരാൻ കിട്ടില്ല എന്ന് തോന്നുന്നു. ചിലർക്ക് ഡ്യൂട്ടി ഉള്ളവരുണ്ട്. പിന്നെ പലരും പല പ്രോഗ്രാം. ഇപ്പോ 1 വീക്ക് ഇവിടെ ലോങ് ലീവാണ് ഈദിന്. അപ്പൊ ഇനി വൈകുന്നേരങ്ങളിൽ ഇൻഡോറിൽ പോയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടാനാണല്ലോ പ്ലാൻ. അതെ 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 അതെ. എവിടെയെങ്കിലും പോയിട്ട് പിന്നെ ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ വരാം, പിള്ളേരുമായിട്ട് വരാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിന്റെ അകത്ത് തന്നെ ഇത് നമ്മുടെ ലക്ഷദ്വീപ് അല്ലെ UAE എന്ന് പറയുമ്പോൾ എമിറേറ്റ്സ് ആണ്. അപ്പൊ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ പോകാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പോയി കാണാനും സ്പെൻഡ് ചെയ്യാനും. പക്ഷെ നമ്മൾ ഇത്രയും വർഷം ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലവും പോയിട്ട് നമുക്ക് പരിചയമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഈദിന്റെ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ പോയിട്ട് ആ ഒരു ഈ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പോയിട്ട് വരും. പക്ഷെ ഇപ്പത്തെ ക്ലൈമറ്റ് ആണ് ഭയങ്കര ചൂടായതുകൊണ്ട് ചൂടായതുകൊണ്ട് അപ്പൊ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിരിക്കുമല്ലോ അവിടെ. രാത്രി ഇവിടത്തെ വ്യൂ അടിപൊളിയാണ്. രാവിലത്തെക്കാളേറെ രാത്രിയാണ് ഇവിടത്തെ വ്യൂ. ആഘോഷങ്ങളും എല്ലാം രാത്രിയിലാണ്. അത് ഒരു നമുക്ക് ബോറടിക്കില്ല. കാരണം ഇവിടെ നൈറ്റ് ലൈഫാണ് അധികവും ആൾക്കാർ. അങ്ങനെ അപ്പൊ എന്തായാലും ഫാമിലിയോടൊപ്പം ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ്. വിളിച്ചത് താങ്ക് യു, ഒരുപാട് നന്ദി. നമ്മുടെ ദ്വീപ് വിശേഷങ്ങളും ഇവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റിയതിലും വളരെ നന്ദിയുണ്ട്. അടുത്തതായി കവരത്തി ദ്വീപിലെ നഷീദ യാസ്മിന്റെ പെരുന്നാൾ വിശേഷങ്ങൾ കേൾക്കാം. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. എൻ്റെ പേര് നഷീദ യാസ്മിൻ. ഞാൻ കവരത്തി സ്വദേശിനിയാണ്. ഈദിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ അബ്രോഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 4 വർഷം ആവാനായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹജ്ജ് പെരുന്നാളും, അതായത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമായിട്ട് ഏകദേശം 8ഓളം പെരുന്നാൾ മിസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ അണ്ടർഗ്രാഡ് പഠിക്കുമ്പോൾ തൊട്ടേ എനിക്കങ്ങനെ വീട്ടിൽ കോവിഡിന്റെ സമയത്ത് വന്നോണ്ട് ഞാൻ അവസാനമായിട്ട് വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് മൂവ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു എന്താ ചെയ്യാ, എങ്ങനെയാ ചെയ്യാ. ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് നോമ്പിന്റെ പെരുന്നാളിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഫസ്റ്റ് നോമ്പിനാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ പള്ളിയല്ല, പക്ഷെ എന്താ പറയാ, ഒരു നമ്മുടെ ഒരു മദ്രസ പോലത്തെ ഒരു സെറ്റപ്പ്. എന്നിട്ട് അവിടെ ആണെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടും. അത് കഴിഞ്ഞ് രാവിലെ എന്താ പറയാ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാവും. രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് സ്നാക്സ് കഴിച്ച് പിന്നെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും എന്താ കൈസലാമൊക്കെ കൊടുത്തിട്ട്, അത് കഴിഞ്ഞ് എന്റെ ഫ്രണ്ട്സ് കൂടുതലും എന്താ പറയാ മുസ്ലിം അല്ലാത്തവരാണ്. പക്ഷെ അവരാണെങ്കിൽ കറക്റ്റ് ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓൾറെഡി എന്താ പറയാ കുറച്ച് പ്രെപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും തലേന്ന്. പിന്നെ അതുപോലെ തലേന്ന് മൈലാഞ്ചി ഇടാൻ കുറെ എന്റെ അമേരിക്കൻ ആണെങ്കിലും കനേഡിയൻ ഫ്രണ്ട്സ് ഒക്കെ വരും. അതല്ലാണ്ട് വേറെ കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരും മൈലാഞ്ചി ഇടിയിപ്പിക്കാൻ. പിന്നെ പ്രെപ്പൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കുറെ ഫ്രണ്ട്സ് വരും. അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് ചുമ്മാ എന്താ പറയാ, പെരുന്നാളിന്റെ അന്ന് ആണ് നാട്ടിലുള്ള എല്ലാരും ഞാൻ വിളിച്ച് വിശേഷമൊക്കെ അറിയുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് 3 പെരുന്നാളായിട്ട് കിട്ടലുണ്ട്. അതായത് ഇവിടെ നേരത്തെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് കേരളത്തിലും ഇന്ത്യയിലും ലൈക്ക് ബാക്കി സ്ഥലത്തൊക്കെ ഉള്ള എന്റെ കൂട്ടുകാരും എന്റെ ഫാമിലിയും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപിലെ പെരുന്നാള് വേറെ സമയമായിരിക്കും. അങ്ങനെ അവരൊക്കെ സംസാരിച്ചു. അങ്ങനെ 3 ദിവസവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിങ്ങനെ പെരുന്നാളിന്റെ വിളികളായിരിക്കും. അത് കഴിഞ്ഞ് എന്താ പറയാ, പിന്നെ നാട്ടിലത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മള് രാവിലെ കൂട്ടുകുടുംബമായിട്ട് രാവിലെ എല്ലാരും കൂടെ തറവാട്ടിൽ നിസ്കരിച്ചിട്ട് അത് കഴിഞ്ഞ് ഓരോ തറവാട്ടിലെ ഓരോ വീട്ടിലും കയറിയിട്ട് പത്തിരിയും ഇറച്ചിക്കറിയും മീൻകറിയും ഒക്കെ കൂട്ടിയൊരു എല്ലാരും കൂടെ ഒരുമിച്ച് ഒരേ പാത്രത്തിൽ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മിസ് ചെയ്യും. പിന്നെ കസിൻസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വൈകുന്നേരം ഇറങ്ങി
എന്താ പറയാ നടന്ന നാട് മൊത്തം നടന്ന് കവർ ചെയ്തിട്ട് ഓരോരോ പാർക്കിൽ പോയി ഓരോരോ ബീച്ചിൽ പോയിട്ട് സാൻഡ്വിച്ച് കട്ട്ലറ്റ് ചായ എന്തൊക്കെയോ കഴിച്ചിട്ട് പിന്നെ അപ്പൊ പോണ വഴിയിലൊക്കെ ഫ്രണ്ട്സുകളെ കണ്ടിട്ട് ഹായ് പറഞ്ഞ് കുറേ ഫോട്ടോ എടുത്ത് പിന്നെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാ വീട്ടിലും ആരെന്നില്ലാതെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് അതൊക്കെ ശരിക്കും നല്ല മിസ് ചെയ്യും നമ്മൾ അബ്രോഡ് വരുമ്പോ. പക്ഷെ എന്താ ഇങ്ങനെ ഇപ്പൊ കുറച്ച് ശീലമായി തുടങ്ങി ഇങ്ങനെ ഒറ്റയ്ക്ക് എന്താ പറയാ. പക്ഷെ കൂടെ ഉള്ള എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിട്ട് അവരെന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് അവർ ഉണ്ടാക്കാറില്ല. കാരണം അവര് തന്നെ അവർക്ക് അറിയാവുന്ന അത്ര അവർ ഇൻവോൾവ് ആവാൻ നോക്കും. എന്താ പറയാ, എനിക്ക് ഗിഫ്റ്റ്സ് വാങ്ങിത്തരും, പിന്നെ എനിക്ക് ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്ന് തരും രാവിലെ. അങ്ങനെ കുറെ അവരായിട്ടുള്ള അവർക്ക് പറ്റാവുന്ന അത്രയൊക്കെ അവർ ചെയ്യലുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും നാട്ടിന്റെ അത്ര വരൂല. അപ്പൊ ഞാൻ നാട്ടില് ഇത് നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ല എന്നേലും മേ ബി അടുത്ത നോമ്പിലെ പെരുന്നാൾ അറിയില്ല. കൂടാനുള്ള എല്ലാം നടത്തി നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കൂ എല്ലാരും പ്രാർത്ഥിക്കൂ ഇൻഷാല്ല. അപ്പൊ എന്നായിക്കോട്ടെ, ഈദ് മുബാറക് എല്ലാവർക്കും. അസ്സലാമു അലൈക്കും. മറുനാടുകളിലാണെങ്കിലും നമ്മുടെ ദ്വീപിന്റെ തനിമയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സുന്ദരമായ പെരുന്നാൾ ഓർമ്മകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ദൂരങ്ങൾ എത്രയുണ്ടായാലും ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും സന്തോഷം ഒന്നു തന്നെയാണെന്ന് ഈ